ഈ ചക്ക മാങ്ങ ഒക്കെ പോലത്തെ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ? അതിന്റെ സീസൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാംഗോ തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാ ഷോപ്സിലും നമുക്ക് നല്ല അഫോർഡബിൾ ആയ പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് PCODക്കാരിൽ മാംഗോ കഴിക്കരുത് എന്ന് പറയുന്നത്? നമുക്കറിയുന്ന പോലെ തന്നെ നല്ല മധുരമുള്ള പഴങ്ങളിൽ പെട്ടതാണ് ഈ മാംഗോ. പിന്നെ ഈ ചക്കയൊക്കെ നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും. ഇത്തരത്തിൽ നല്ല മധുരമുള്ള പഴങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലുള്ള ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് പെട്ടെന്ന് ഒരു സ്പൈക്ക് അതിനുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അമിതമായിട്ട് മധുരമുള്ള പഴങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. അതുപോലെയാണ് നമ്മൾ ഈ പഞ്ചസാര ലായനിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ചെറി പോലുള്ള പഴങ്ങളൊന്നും PCOS ഉള്ള ആളുകൾ കഴിക്കരുത് എന്ന് പറയുന്നതിൻ്റെ പിന്നിലും ഇത് തന്നെയാണ് റീസൺ. അപ്പോൾ നമുക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റിയ കുറച്ച് പഴങ്ങളുണ്ട്. അതേസമയം PCODക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട, ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കുറച്ച് പഴങ്ങളുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നത് മാത്രം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.